ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന രീതിയിലുള്ള കേക്കല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ലെയറിങ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. പിന്നെ അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഒരു മിക്സിംഗ് ജാറിലേക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുക. ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 40 ഗ്രാം ചോക്ലേറ്റ് പൗഡർ ഇട്ട് കൊടുക്കുക. അതായത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വേണ്ടി വരും. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. സത്യം പറഞ്ഞാൽ മൈദ ഇടാൻ മറന്നുപോയതാണ്. അതിൻ്റെ മുന്നേ തന്നെ മിക്സി അടിച്ചു, അതിന് ശേഷമാണ് ഓർമ്മ വന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ മൈദയുടെ മിക്സ്ചർ ഒരു ഫ്രൈങ് പാനിൽ, നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈങ് പാൻ എടുത്തിട്ട് അതിൽ ചെറിയ ചെറിയ ദോശകളാക്കി ചുട്ടെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതിയാവും. അധികം കണ്ട് ക്രിസ്പി ആവണ്ട. ഒന്ന് വെന്താൽ തന്നെ സൈഡൊക്കെ ഒന്ന് വെടുത്തി ഒന്ന് മറിച്ചെടുക്കുക. ഇനി ഇത് പാനിനെടുത്തിട്ട് മാറ്റി വെക്കുക. അതുപോലെ എല്ലാ ദോശകളും ചുട്ടെടുക്കുക. ഇത് കയ്യിൽ വെച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ചുട്ടെടുത്ത ദോശകളെല്ലാം ഒന്ന് തണുക്കാനായിട്ട് വെക്കുക. ഇനി വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ ഒരു 2.5 കപ്പ് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഒരു 1/2 കപ്പോളം ചോക്ലേറ്റ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചോക്ലേറ്റിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്ക് കേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആദ്യം ഒരു ദോശ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ലെയർ ലെയറായിട്ട് ദോശയും വിപ്പിംഗ് ക്രീമും ഇട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഞാനിടയിൽ കുറച്ച് ചോക്ലേറ്റ് പീസസ് ഇടുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ മേലത്തെ ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ക്രീമും കൂടെ എക്സ്ട്രാ എടുത്തിട്ട് കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം.
എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ നല്ല ഐഡിയക്കനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യുക. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ദോശ കൊണ്ടുള്ള ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി തണുപ്പിച്ച ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട്. അതായത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഉള്ളിൽ നല്ല ലെയറായിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് കിട്ടുന്നത്. സാധാ സ്പോഞ്ച് കേക്കിൽ നിന്നും നല്ലൊരു വെറൈറ്റി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.